ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ ജയറാം ഒരു പരസ്യചിത്രത്തിന് വേണ്ടി പറഞ്ഞ രാംരാജിന് സെല്യൂട്ട് എന്ന ആ ഒരു വാചകം പിന്നീട് ക്രിക്കറ്റ് ലോകത്തെ മൈതാനങ്ങളെ തന്റെ പ്രകടനം കൊണ്ട് പല ആവർത്തി ക്രിക്കറ്റ് പ്രേമികളെ കൊണ്ട് പറയിപ്പിച്ച ആ ഒരു മഹാനായ ക്രിക്കറ്ററാണ് റാം. അദ്ദേഹമാണെന്ന് നമ്മൾ കൂടെയുള്ളത്. അദ്ദേഹത്തിന് നമ്മളെ ചെറിയ ചാനലിലേക്ക് ഒരു അഭിമുഖത്തിന് സ്വാഗതം ചെയ്യുന്നു. റാമണ്ണ, ഞാൻ ആദ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്ന വെച്ചാൽ ഈ റാം എന്നുള്ള പേര് എങ്ങനെയാണ്? സത്യം പറഞ്ഞാല് ജേഴ്സിയില് രാം രാജൻ എനിക്ക് അതിന്റെ ഷോർട്ടാക്കി റാം എന്നാണ് അടിച്ചത്. അതിനുശേഷമാണ് റാം. പിന്നെ കമന്ററി പലരും ചില ഫുൾ നെയിം ആയിരിക്കും വിളിക്കാറുള്ള, പക്ഷെ ഞാൻ റാം എന്നാണ്. അങ്ങനെ അങ്ങോട്ട് ആ രാംരാജ് എന്നുള്ള പേരിനെ ചെറുതാക്കി എടുത്തതാണ്. അതേപോലെ തന്നെ ഈ റാം എന്നുള്ള പ്ലെയറെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫാമിലിനെ കുറിച്ചൊന്ന് പറഞ്ഞാല്. വീട്ടില് അച്ഛൻ, അമ്മ, 2-3 സഹോദരങ്ങളുണ്ട്, ഒരു അനിയത്തിയുണ്ട്. മൊത്തം നമ്മൾ 5 പേരാണ്. 5 പേര്, 2 ചേട്ടനും ഒരു അനിയും ഒരു അനിയും. അതില് ക്രിക്കറ്റിലുള്ള വേറെ ആരൊക്കെയുള്ളത്? ക്രിക്കറ്റില് മൂത്ത ചേട്ടനും ഓൾറെഡി 4 പേരും ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ട്. പിന്നെ ബാക്കി 3 പേരും നാട്ടിലെ അത്യാവശ്യം ചെറിയ ചെറിയ പ്രീമിയർ ലീഗിലൊക്കെ കളിക്കാറുണ്ട്. മൂത്തയാള് ആദ്യമേ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ബാക്കി 2 പേരും. മൊത്തം ആ ഏട്ടന്റെ പേരെന്താണ്? രഞ്ജിത്ത്. ആ ഏട്ടനാണോ നിങ്ങളെ കളിക്ക് കൊടുക്കുന്ന ഒരാള്? അവര് ആദ്യമേ അവരെ കണ്ടാണ് നമ്മൾ ഓൾറെഡി കൊച്ചിലെ അവരൊക്കെയാണ് ആദ്യം പാടത്തൊക്കെ പോയി കളിച്ചിട്ട് നമ്മളവിടെ കൊണ്ടുപോയി കളിപ്പിക്കണം. മൂത്ത ചേട്ടനും രണ്ടാമത്തെ ചേട്ടനും സ്കൂൾസിലൊക്കെ എല്ലാം അതാണ് കൂടുതൽ നമ്മള് ക്രിക്കറ്റിലോട്ട് ഇതാക്കിയത്. പിന്നെ അനിയെ ഇപ്പൊ അത്യാവശ്യം വെളിയിലൊക്കെ കളിക്കാറുണ്ട്. അനിയന്റെ പേരെന്താ? രൻരാജ്. രൻരാജ്. ഇപ്പൊ സൺസ്റ്റാർ ഇപ്പൊ ഒരു 24 വർഷമായിട്ട് സൺസ്റ്റാർ കളി ഉണ്ടായിരുന്നു. അതിന് അനിയൻ കളിക്കാൻ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ ഈ റാം എന്ന് പറയുന്ന ആള്, അതായത് നിങ്ങൾ ജനിച്ചതും വളർന്നതൊക്കെ തിരുവനന്തപുരത്താണ്. ഈ ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂട് എന്ന സ്ഥലം. സുരാജ് വെഞ്ഞാറമൂടിന്റെ അടുത്താണ്. അതെ, വെഞ്ഞാറമൂടാണ് പ്രോപ്പർ പ്ലേസ്. യെസ്. അതേപോലെ അണ്ണാ, ഒരു വേറെ കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങള് വിവാഹം കഴിച്ചിട്ടുണ്ടോ? വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിച്ചാല്, ഭാവി വധുവിനെ കുറിച്ചുള്ള വല്ല സങ്കല്പങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കളി ഈ ക്രിക്കറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ജീവിത മാർഗം അല്ലെങ്കിൽ ക്രിക്കറ്റ് മാത്രമാണോ അതിന്റെ ഒരു? ഇല്ല, ഇപ്പം ഓൾറെഡി ഞാൻ കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ജോലിക്ക് കയറണം. കൂടെ ക്രിക്കറ്റ് കൊണ്ടുപോകുന്നതാണ് ആഗ്രഹം. അങ്ങനെ നടന്ന്. എന്തൊക്കെ കോഴ്സ് അപ്പൊ ചെയ്യുന്നത്? ഒരു സോഫ്റ്റ്വെയർ PhD എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിന്റെ. അതുവഴി എന്തെങ്കിലും. അതും ട്രിവാൻഡ്രത്ത് തന്നെ ചെയ്യുന്നത്? ട്രിവാൻഡ്രത്ത് തന്നെ ജോലി ചെയ്തിട്ട് കളിക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ അത്രയും നല്ലത്. കടയും കൊണ്ടുപോകാം, ജോലിക്ക് പോകാന്നുള്ള ഒരു ഇതാണ് നിൽക്കണം. ഇപ്പൊ ക്രിക്കറ്റ് ആണ് മെയിൻ. ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. അത്യാവശ്യം ക്രിക്കറ്റിന് എൻക്വയറി ഉള്ള ഒരു സമയം കൂടിയാണ് അല്ലെ? ഒരുപാട് മത്സരങ്ങൾ, നല്ല ടൂർണമെന്റുകൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം മിക്കപ്പം എല്ലാ ആഴ്ചയും ടൂർണമെന്റ്സ് എല്ലാം ഉണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെ, ഈ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടിനെ കുറിച്ച്? വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. കാര്യം നമ്മള് രാവിലെ അതിനൊരു കളിയുണ്ട്, അങ്ങനെ പോകും. ഒരു നല്ല സന്തോഷത്തെയാണ് പറഞ്ഞു വരുന്നത്. തിരിച്ചു വരുമ്പോ എന്തായി, റിസൾട്ട് എന്തായി, തോക്കുകയാണെങ്കിൽ എന്റെ വിഷമവും ജയിക്കുകയാണെങ്കിൽ എന്റെ സന്തോഷം എല്ലാം ഉണ്ട്. നല്ല സപ്പോർട്ടിങ് ആണ്. അമ്മേന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ്, ഒരു പ്രശ്നമില്ല. ആദ്യ കാലങ്ങളിലൊക്കെ? ആദ്യകാലം എന്ന് പറഞ്ഞാൽ നല്ല ബാക്കിലോട്ട് പോകണം. ഒരു 8ാം ക്ലാസ്സിലേക്കാണ് വീട്ടിൽ ആരും സപ്പോർട്ടല്ല. കാര്യം അവർക്ക് ക്രിക്കറ്റ് അത്ര പഠിക്കണം, പഠിച്ച് വല്ല ജോലി വാങ്ങണമെന്നായിരുന്നു. പിന്നെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ക്രിക്കറ്റിലോട്ട് സ്കൂൾസ് കളിക്കാൻ പോകാറ്. അവിടുത്തെ PT ടീച്ചറൊക്കെ വന്ന് അച്ഛനൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് കുറച്ചും കൂടെ ക്രിക്കറ്റിൽ ഇറങ്ങാൻ പറ്റിയത്. ഈ ക്രിക്കറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും കായിക വിനോദം? വോളിബോള്, ഫുട്ബോളൊക്കെ സാധാരണ കളിക്കാൻ പോകും, പക്ഷേ എങ്കിലും ക്രിക്കറ്റാണ് മെയിൻ. ക്രിക്കറ്റിലേക്ക് എന്താണ്, ക്രിക്കറ്റ് ഒരു പ്രൊഫഷണൽ ആക്കാൻ ഒരു ഉപദേശം തന്ന ആരെങ്കിലും, അല്ലെങ്കിൽ തനിക്ക് ഇതാണ് ഇതിന്റെ പ്രൊഫഷൻ എന്ന് തോന്നാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? സംഭവം എന്ന് പറഞ്ഞാൽ പണ്ട് രോഹിത് കണ്ണൻ, കോഹ്ലി, ആറ്റിങ്ങൽ ഇവരെ കളി കാണാൻ പോകാറുണ്ടായിരുന്നു. ഇവരാണ് നമ്മൾ ആറ്റിങ്ങൽ സൈഡിൽ അവര് ഇങ്ങനെ ഫാൽക്കൺ കപ്പ്, ആറ്റിങ്ങൽ ചാലഞ്ചേഴ്സ് കപ്പ്, അങ്ങനെ പലതും അത് കാണാൻ പോയി. അത്യാവശ്യം അന്ന് കുറച്ച് കളിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ഇത് കുറച്ചും കൂടെയൊക്കെ ഇങ്ങനെ കളിച്ച് ഓരോരുത്തരെ കാണാൻ തുടങ്ങി. ഇങ്ങനെ ചെറിയ ചെറിയ ടീമിലൊക്കെ കളിച്ച് അങ്ങനെ. ഈ സീനിയർ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ
വ്യക്തി അല്ലെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ആരെങ്കിലും? ഒന്നിൽ കൂടുതലുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഒരു NCT എന്ന് പറഞ്ഞ ടീമുണ്ട്, പഞ്ഞാളൂടെ തന്നെ ഉള്ളതാണ്. അപ്പോഴത്തേക്ക് അതിലൊരു നിവാസം എന്ന് പറഞ്ഞ കാറ്റിയാണ് ആദ്യമായിട്ട് ആ ടീമിലോട്ട് ഒരു പുറത്തൊരു ടൂർണമെന്റ്, നല്ല ടൂർണമെന്റ് കളിക്കാൻ കൊണ്ടാണ് ഇയാളാണ്. ഇയാളിപ്പം മരിച്ചുപോയി. നിവാസം എന്ന് പറഞ്ഞ ആളെ മരിച്ചു. പിന്നെ അന്ന് ആ ടീമിൽ കളിച്ചിട്ടാണ് ഓരോരോ ടീം മാറി ഇപ്പൊ ഇവിടം വരെ എത്തിയത്. പിന്നെ നമ്മളെ ട്രിവാൻഡ്രം പ്രീമിയർ ലീഗില് 3ാമത്തെ സീസണിൽ ആണ് ഞാൻ രജിസ്റ്റർ ചെയ്യണത്. അപ്പൊ അതില് നമ്മുടെ സൈബോ നന്ദു എന്ന് പറയും, ആ ചേട്ടനാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു അവസരം ഒരു വലിയൊരു ലീഗിൽ എന്നുവെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ആദ്യമേ എന്റെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. പെരപ്പം കൂടെ നമ്മൾ രാവിലെ സ്ഥലത്ത് കളിക്കുന്നുണ്ട്. പക്ഷെ ഒരു നല്ലൊരു 4 ആള് കാണുന്ന അല്ലെങ്കിൽ വലിയൊരു ലീഗില് ഒരു അവസരം വാങ്ങിക്കുന്നതാണ് അതുവഴിയാണ് അത്യാവശ്യം കുറച്ചു പേരെങ്കിലും ഒന്ന് അറിയാൻ പറ്റിയത്. എനിക്കും കൂടുതൽ അവരായിട്ട് കളിക്കാൻ പറ്റി. അങ്ങനെയാണ് സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു ഇതിലോട്ട് എത്തിയത്. അപ്പോ ഇതില് ഈ കളിയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഈ സോഷ്യൽ മീഡിയ വഹിക്കുന്ന ഒരു സ്വാധീനത്തെ കുറിച്ച്, അത് ഉണ്ടായത് കൊണ്ട് ഒരുപാട് പ്ലേയേഴ്സിന് ഇപ്പോ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിരുന്നു. കാര്യം സോഷ്യൽ മീഡിയ ഒന്നുകൊണ്ടാണ് ഏതോ ഒരു കൊച്ചു പ്ലെയർ ആയാൽ പോലും അവന്റെ എല്ലാ ഐഡിയാസ് എല്ലാം ഇതുവഴി പലരും അറിയുന്നുണ്ട്. ഇപ്പൊ ടീം എടുക്കുന്ന ഓണേഴ്സ് ആയാലും ഒരു പ്രീമിയർ ലീഗില് അവർക്ക് തന്നെ അവനെ വിളിക്കുക, അവന്റെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കൂടുതൽ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവന് കുറെ കൂടെ ഇത് കിട്ടുന്നത്, ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതല്ല. അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവന്റെ ഇതൊക്കെ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. സോഷ്യൽ മീഡിയ നല്ലൊരു ഇതാക്കിയാണ് ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അണ്ണാ, ഇപ്പൊ കേരളത്തിന്റെ പുറത്തു പോയി കളിക്കാൻ ഒരു അവസരം കിട്ടി, ആ ഒരു മൂവ്മെന്റിനെ കുറിച്ചൊക്കെ ഒന്ന്. സംഭവം ഇപ്പൊ മധ്യപ്രദേശിൽ കളിക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് സംഭവം ഇവര് മുന്നേ അവിടെ പുറത്ത് കളിക്കാൻ പോകുമ്പോഴേക്കും നമ്മള് ഒരു ഇന്ത്യയുടെ കളി കാണാൻ ഫീലാണ് കേരളത്തിലുള്ള മിക്ക എല്ലാവരും ഇരുന്ന് കാണണം. നമ്മള് ഇങ്ങനെ കേരളത്തിന് പോയപ്പോഴത്തേക്ക് നല്ല സന്തോഷമുണ്ട്. കാര്യം അതിലൊരാളായിട്ട് പോയി കളിക്കാൻ അവിടെ പോകാൻ പറ്റി. അത് തന്നെ ഒരു ഭാഗ്യമാണ്. അതില് എക്സ്പെഷ്യലി ക്യാപ്റ്റന്റെ ഒരു ഇത് പറയാന്ന് വെച്ചാല് എല്ലാ മത്സരത്തിലും നിങ്ങൾക്ക് ഓപ്പണിംഗ് പാനലിൽ നിന്ന് അവസരം തന്നു. അതെ, ഒരുപാട് സീനിയേഴ്സ് ഉണ്ടായിട്ട് കൂടി ചേട്ടൻ അതിൽ പരിഗണിച്ചതില് അതിൽ ക്യാപ്റ്റൻ മമ്മുവിന്റെ സ്വാധീനവും പിന്നെ അതിലെ ടീം മാനേജർ ആരാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ അയാളെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാല്. ടീം മാനേജർ എന്ന് പറഞ്ഞാൽ മറ്റേ പാർട്ട് ഇന്ത്യ എന്നാണ് ഒരു ടീമിലാണ് കളിച്ചത്. അതിൽ മാനേജർ അവിടെയുള്ള ആള് തന്നെ ആയിരുന്നു. പിന്നെ മമ്മു ചേട്ടനാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്തതും ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എല്ലാം നമുക്ക് ചേട്ടൻ്റെ ഒരു ഐഡിയയാണ് എല്ലാം കളിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോ ഈ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ടഫായിട്ട് കളിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബോളർ പറയാൻ പറഞ്ഞാൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ബോളർമാരെ പറയാൻ പറഞ്ഞാല്? അതെന്ന് പറഞ്ഞാല് ഇപ്പം അത്യാവശ്യം ഇപ്പം എല്ലാരും നല്ല രീതിക്ക് തന്നെയാണ് ബോൾ ചെയ്യാറുള്ളത്. ചില ദിവസങ്ങളിൽ ചിലപ്പോ അവര് നല്ല ഇപ്പൊ നമുക്ക് ഏത് ബോളറായാലും നല്ല ഒരു ഇതാണ് ബോൾ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചിലപ്പോ നല്ല ബോളർ ചിലപ്പോ അവർക്ക് അന്നത്തെ ദിവസം മോശമാണെങ്കിൽ വലിയ പാടായിരിക്കും. അപ്പൊ എല്ലാ ബോളറേയും എന്നാലും ഒരു ആവറേജ് എപ്പോഴും ഒരു ഇത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണ ഒരു ബോളറെ അങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ ഇഷ്ടം പോലെ പേരെ തന്നെ പറഞ്ഞത്. ഹരി, അരവിന്ദ്, പല എല്ലാരെയും തന്നെ പറയേണ്ടി വരും. കാര്യം അതേപോലെ തന്നെ ഇപ്പൊ നമ്മളെ ഡബിൾ ധമാക്ക വിൻ ചെയ്തു. സോഫ്റ്റ് ബോളിൽ ഒരു പുതിയൊരു വേർഷൻ ആയിരുന്നത്. 2 പ്ലെയർ മാത്രം നിന്ന് ഒരു ദിവസം മുഴുവൻ കളിച്ചു. ഈ കളിനെക്കാട്ടിയും ശരിക്ക് കളിക്കുന്ന പ്ലെയർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ആ ഒരു ദിവസത്തെ കുറിച്ചും അതിന്റെ ഒരു മൂവ്മെന്റിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാല്. അത് സത്യം പറഞ്ഞ ഒരു വെറൈറ്റി ആയിരുന്നു. ഇത്രയും നാൾ നമ്മൾ കളിക്കാത്ത പല പല റൂൾസുകളുള്ള ഒരു കളിയായിരുന്നു. എനിക്ക് സത്യം 2 ആളുടെ ഫുൾ എഫേർട്ട് നമ്മൾ ആ കളിയിൽ ഇട്ടാൽ മാത്രമേ നമ്മൾ ജയിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അതും 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം പ്ലേയേഴ്സ് ആണ്. എല്ലാരും ക്വാളിറ്റി പ്ലേയേഴ്സ് ആണ്. നമ്മൾ ഫൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ. അതില് മറ്റു ടീമുകൾ ഉപയോഗിക്കാത്ത ഒരു തന്ത്രം നിങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിരുന്നു. ഒരാളെന്നെ 2 ഓവർ എറിയാന്നുള്ള ഒരു ശൈലി. ഒരാളെന്നെ 2 ഓവർ എറിയണം. 2ാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്ക് എനിക്ക് സ്ട്രൈക്ക് തരണമെന്ന് മാത്രമായിരുന്നു അയാളുടെ ഒരു പ്ലാൻ. അതായിരുന്നു നമ്മളെ പ്ലാൻ. ഈ ഒരു ഐഡിയ ശരിക്കും ആരാണ്? ഇത് നമ്മള് 4 പ്ലേയേഴ്സ് ഉണ്ട്, 2 ടീമായിട്ടാണ്. അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം എന്റെ എതിരെ നമ്മളെ കലേഷ് എന്ന് പറഞ്ഞ ആളായിരുന്നു. അത് നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിൽ വന്നിട്ട് ഒരു ഓവർ എന്ത് ചെയ്യണം, റണ്ണ് കുറവാണെങ്കിൽ ലാസ്റ്റ് ബോളും എന്റെ അടുത്ത് അറ്റാക്ക് ചെയ്യാൻ പറയും. അഥവാ അത് റണ്ണ് കൂടുതലാണെങ്കിൽ ലാസ്റ്റ് ബോൾ സിംഗിൾ ഇട്ടോ അടുത്ത ഫുൾ കളിക്കണം, മൊത്തം കളിക്കണം. അതാണ് ആ ഒരു കോമ്പിനേഷൻ ആണ് സത്യം പറഞ്ഞാൽ നമ്മള്
ഒരു വിജയത്തിലേക്ക് എത്തിച്ചത്. ഓക്കെ, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ. അതേപോലെ തന്നെ റമണ്ണ, ഓപ്പൺ ചെയ്യുമ്പോഴേ തനിക്ക് എപ്പോഴും നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടോ? അല്ലെങ്കിൽ ആരായാലും കുഴപ്പമില്ല, ഈ ആളിന്റെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ബാറ്റ് ചെയ്യാൻ ഒരു കുറച്ചും കൂടി ധൈര്യം കിട്ടുന്നുള്ള അങ്ങനത്തെ ഒരു പ്ലെയർ പറയാൻ പറഞ്ഞാൽ ആരെ പറയും? അങ്ങനെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇപ്പൊ ട്രിവാൻഡ്രത്തെ കുറച്ച് പേരെ തന്നെ പറയേണ്ടി വരും. അത്യാവശ്യം എല്ലാവരും ഇപ്പം കറണ്ട് നല്ല ഫോമിൽ നിൽക്കുന്നവരാണ്. എനിക്ക് ഇപ്പം അങ്ങനെ എടുത്ത് പറയണമെങ്കിൽ കുറച്ച് പേരെ പറയേണ്ടി വരും. നമ്മളെ വലിയ പ്ലേയേഴ്സ് വൈശാഖ, സച്ചു, എളിഞ്ചു, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് ഇപ്പൊ ഇന്നായിട്ട് ഒന്നും കറക്റ്റായിട്ടൊരു ഇപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് പോയി കുടുങ്ങിന്ന് വിചാരിക്കുക, ഒരു ആകെ കയ്യിലൊരു ഫോണുള്ള ഒരു കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സാഹചര്യത്തില് ഈ സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഏത് പ്ലെയറെയോ നിങ്ങൾ ആദ്യം വിളിക്കാന്ന് വിചാരിക്കുക? ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും കംഫർട്ടായിട്ട് വിളിക്കാന്ന് തോന്നുന്ന ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ? അതും പറയാൻ കാര്യം നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ അത്യാവശ്യം നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉള്ള ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെ അഭിജിത്ത് എന്ന് പറഞ്ഞ ആളുണ്ട്, കൊച്ചിലെ എൻ്റെ കൂടെ കളിച്ച ആണ്. പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട് നമ്മളെ കറന്റ്. പിന്നെ നമ്മളെ ഷാഡോസിലാണ് ഞാൻ സത്യം പറഞ്ഞ ഇപ്പം കറന്റ് കളിക്കുന്നത്. ഷാഡോസും പക്കംബലാസ്, പ്രദീപ് എന്ന് പറഞ്ഞ ഓണറുണ്ട്. അയാളും ഓക്കെയാണ്, നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഓടി വന്നതാണ്. ഓൺ ദി സ്പോട്ട് ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കാൻ പറ്റുന്ന ക്രിക്കറ്റ് ഫീൽഡിലാണെങ്കിൽ ഇവര് രണ്ടുപേരും എപ്പോഴും ഒരു ഉപകാരിയാണ്. അതേപോലെ തന്നെ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ള ഒരു ടീമോ അല്ലെങ്കിൽ ടീം മാനേജറോ ഉണ്ടോ? സപ്പോർട്ട് ടീം മാനേജർ ഉണ്ട്. അതാണ് പറഞ്ഞത്, ഷാഡോസിലെ പ്രദീപ് എന്ന് പറഞ്ഞ ആള് എല്ലാ ഇപ്പൊ ഇവിടത്തെ കളിയായ പോലും ഇപ്പൊ നമ്മള് കളിച്ചോണ്ട് കളിയാണ് എങ്കിൽ പോലും എപ്പോഴും ക്രിസ്റ്റി റോസ് എടുത്ത് നോക്കിയും അങ്ങനെ. പിന്നെ നമ്മുടെ നാട്ടില് കുറച്ച് ചേട്ടന്മാരുണ്ട്, അവരെല്ലാരും നമ്മളിവിടെ ക്രിസ്റ്റി റോസ് കളിക്കാൻ അവർ നമ്മളെ കളിയെല്ലാം വാച്ച് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെ വക്കമ്പലാസോ അല്ലെ അഫ്രീദി എന്ന് പറഞ്ഞ ആള്, ഇതെല്ലാം നമ്മുടെ വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ നമ്മള് യു വി ട്രോവ്, ഞാൻ കളിക്കുന്ന ബാറ്റ് യു വി ട്രോവിന്റെ അതിലെ നിർമ്മല എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഉൾപ്പെടെ കളി എന്തായി, ലൈവ് ഉണ്ടോ, അങ്ങനെ പലതും എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കളി കഴിയുമ്പോൾ ഓർമ്മയെ വിളിച്ചിട്ട് ചോദിക്കുക എന്ത് പറ്റി, അങ്ങനെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതേപോലെ ഈ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് കമന്റേറ്റർമാർ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമന്റേറ്ററെ പറയാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു കമന്റേറ്റർ, അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടമാണോ അതോ ചില ആളുകളെ വാക്കുകളൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും? അങ്ങനത്തെ മുഹമ്മദ് ചേട്ടൻ, ഇർഷാദ്, പിന്നെ റാഫി ചേട്ടൻ, അങ്ങനെ എല്ലാരും നല്ല സപ്പോർട്ടാണ്. നമുക്ക് നല്ലൊരു ഇതാണ്. ഇനി ഞാൻ ചോദ്യം ചോദിക്കുന്നതൊക്കെ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി, ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. ഇന്ത്യൻ ടീമിലെ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ ആണ്? വിരാട് കോഹ്ലി. സോഫ്റ്റ് ബോൾ ക്രിക്കറ്റിൽ ഈ കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ? സോഫ്റ്റ് ബോളില് ഉമേഷ് ചേട്ടനാണ്. ഇന്ത്യയിലുള്ള സോഫ്റ്റ് ബോളിലെ പ്ലെയേഴ്സിൽ ആരാ? ജഗത് സർക്കാർ. ഓക്കെ. അതേപോലെ തന്നെ മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? മോഹൻലാൽ. തമിഴിലെ? വിജയ്. പോവാൻ ഏറ്റവും ഇഷ്ടം എവിടേക്കാ? സത്യം പറഞ്ഞാല് മിക്ക ദിവസം വീട്ടിൽ കാണാറില്ല. കളി കഴിഞ്ഞ് എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിയാൽ മതി എന്നാണ്. ഫുട്ബോളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറാ? റൊണാൾഡോ. അപ്പൊ ഞാൻ റൊണാൾഡോനെ കമ്പയർ ചെയ്തിട്ട് 2-3 പ്ലെയേഴ്സ് ചോദിക്കാം. റൊണാൾഡോ ഓർ എംബാബെ? റൊണാൾഡോ. റൊണാൾഡോ ഓർ മെസ്സി? ഫുട്ബോളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം? ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന ടീമുകൾ പല പല ഇതല്ലേ, ക്രിസ്ത്യാനോ കളിക്കാൻ മാത്രമേ കാണാറുള്ളൂ. ക്രിസ്ത്യാനോ ഫാനാണ്, CR7 ആണ്. അപ്പൊ വലിയൊരു CR7ന്റെ ഫാൻ കൂടിയാണ് റാം. ഒരുപാട് നേട്ടങ്ങളും ഉന്നതികളും ഇനിയും കൈവരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമ്മൾ ഈ ചെറിയ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് സന്തോഷം.